രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായയൊക്കെ ഒഴിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അമീർ പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി വന്നു. അങ്ങനെ വാങ്ങി വെച്ച വിത്തിൽ നിന്ന് പീച്ചിങ്ങ നടാനായിട്ട് എടുത്തിട്ടുണ്ട്. ബീൻസും ബാക്കിയുള്ളതൊക്കെ ബീൻസൊക്കെ ഗ്രോ ബാഗിലാണ് നടുന്നത്. ചോളം സെപ്പറേറ്റ് കവറിൽ നട്ടതിന് ശേഷം മാത്രമേ പിരിച്ച് നടുകയുള്ളൂ. അങ്ങനെ പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്. മുളകൊക്കെ നട്ട സ്ഥലത്ത് കുറച്ച് സ്ഥലം ഒഴിവായി കിടപ്പുണ്ട്. അങ്ങനെ അവിടെ നടാനായിട്ടാണ്. അത് മതിലിനോട് ചേർന്നാണ് കുറച്ച് സ്ഥലം കിടക്കുന്നത്. അപ്പോൾ പന്തൽ കെട്ടാൻ നല്ല സൗകര്യമുണ്ട്. അങ്ങനെ ഇവിടെയാണ് കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. അങ്ങനെ അത് കളയണ്ടെന്ന് എഴുതി ആ സ്ഥലം ഒഴിവാക്കേണ്ടെന്ന് വിചാരിച്ച് അവിടെ തന്നെ മണ്ണൊക്കെ കിളച്ച് നല്ല രീതിക്ക് ചാണകപ്പൊടിയും കോഴിവളവും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ കിളച്ച മണ്ണിലോട്ട് ഇട്ട് കൊടുക്കും. മണ്ണിൽ ചാണകപ്പൊടിയും കോഴിവളവും നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ വിത്തുകളൊക്കെ നടുകയുള്ളൂ. നമ്മളെ ചാനൽ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ കേട്ടോ പ്ലീസ്. അങ്ങനെ വീഡിയോസൊക്കെ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. അങ്ങനെ ഇതെല്ലാം നല്ല രീതിക്ക് മണ്ണും ചാണകപ്പൊടിയും എല്ലാം മിക്സ് ചെയ്ത് അതിന് ശേഷം 6 വിത്തുണ്ട്. 6 വിത്ത് ഒരേ സ്ഥലത്തായിട്ട് നമുക്ക് കുറച്ച് മണ്ണ് മാറ്റി, അവിടെ മണ്ണ് മാറ്റിയപ്പോൾ ഒരു വലിയ കല്ല് കിട്ടി. അങ്ങനെ അതെടുത്ത് മാറ്റി. അങ്ങനെ ഓരോ വിത്തും നമുക്ക് ഓരോ സ്ഥലത്ത് 6 സ്ഥലത്തായിട്ട് ഇതുപോലെ മണ്ണ് മാറ്റി ഇട്ട് കൊടുക്കാം. അങ്ങനെ അതെല്ലാം 6 സ്ഥലത്തായിട്ട് ഓരോ വിത്ത് 6 സ്ഥലത്തായിട്ട് ഇവിടെ നട്ടപ്പം 2 വിത്തായിപ്പോയി. അങ്ങനെ അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം എല്ലാം അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുളകും തൈയൊക്കെ നിൽപ്പുണ്ട്. അതിനൊക്കെ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കോഴിവളവും കൂടെയൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതൊക്കെയാണ് എൻ്റെ ഇവിടെ ഇന്ന് രാവിലത്തെ പരിപാടികൾ. അങ്ങനെ ചാണകപ്പൊടിയും കോഴിവളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാത്തിൻ്റെ മൂട്ടിലും മിക്സ് ചെയ്ത് എല്ലാത്തിൻ്റെ മൂട്ടിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണൊക്കെ വാരി ചിക്കിയിട്ടതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം കുറച്ച് വെയിൽ വന്നു. അങ്ങനെ പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കാനായിട്ട് അരിയിടാൻ അടുപ്പ് കത്തിച്ചു. അപ്പോഴേക്കും കുറച്ച് ചക്കയൊക്കെ